ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി ഒരു 13 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുന്നിലൂടെ ഉള്ള ആ റോഡ് സൈഡിലാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വിശാലമായ ഒരു ടൈൽ വിരിച്ച മനോഹരമായ ഒരു റോഡാണ് ഈ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി വളരെ വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ലഭിക്കുന്നത്. ടൈൽ പാകി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഈ മുറ്റത്ത് 4-5 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിവിശാലമായ ഒരു ഫ്രണ്ട് ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ കവേർഡ് കാർ പോർച്ചാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 13 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ ഭവനം 2 പോർഷനുകളായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. വാടകയ്ക്ക് കൊടുക്കുവാൻ കണക്കാക്കി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പോർഷനിൽ ഏകദേശം 1750 സ്ക്വയർ ഫീറ്റും മറ്റൊരു പോർഷനിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കിച്ചണുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയുമാണ് ഓരോ വീടിനും ലഭിക്കുന്നത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ഗ്രാനൈറ്റ് വിരിച്ച് വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തായി പില്ലറുകളിൽ ടൈൽ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പില്ലറാണ് മുൻവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള 2 ഡോറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 വീടുകളിലേക്കും കയറുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള 2 എൻട്രൻസുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ 2 വീടുകളിൽ ഒരു വീട് മാത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയായി മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോർ വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെയായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് ആണ്. ഈ ആർച്ച് പോലെയുള്ള ഈ എൻട്രൻസിന് സ്റ്റോൺ വർക്കുകളാണ് തൂണുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഈ ഭാഗത്തായി ലഭിക്കുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൻ്റെ സ്ഥാനം ഇവിടെയാണ്. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഏരിയ ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് സ്റ്റൗവും കിച്ചൺ ഹോബും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെയാണ് ചെറിയൊരു വർക്ക് ഏരിയ നമുക്ക് ലഭിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഈ ഭാഗത്തായി ലഭിക്കുന്നത്.
സ്റ്റെപ്പുകളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഭാഗത്തായി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാവുന്ന വിധത്തിലാണ് ഈ വിൻഡോ നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഒരു ചെറിയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു എൻട്രൻസ് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് വരുന്നുണ്ട്. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ട്രസ് വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള രണ്ട് വീടിൻ്റെയും ഫ്രണ്ട് ബാൽക്കണി ഇതായിട്ടാണ് വരുന്നത്. വളരെ വിശാലമായിട്ടാണ് ഈ ഫ്രണ്ട് ബാൽക്കണി ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ബെഡും AC-യും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകളിൽ നിന്നും, മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളിൽ നിന്നും ബാൽക്കണിയിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളതാണ്. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് 13 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമുകൾ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള 2 വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും എല്ലാം അടക്കമാണ് ഈ ഉടമ വിൽപ്പനയ്ക്കായി ഉദ്ദേശിക്കുന്നത്. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില 2.5 കോടി രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് ഫാമിലിക്കായി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 3 ബെഡ്റൂമുള്ള ഒരു പോർഷന് 25,000 രൂപ വച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 പോർഷന് ഒരു മാസം 50,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ബിൽഡിംഗ് കൂടിയാണ് ഇത്. എയർപോർട്ട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നത് നല്ലൊരു വരുമാന മാർഗമായി എടുക്കാവുന്നതാണ്. ഈ 13 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ ഭവനം വിൽപ്പനയ്ക്കും എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട്. എക്സ്ചേഞ്ചിനാണെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വിദേശത്തുള്ള നമ്മുടെ പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് ഇത്. ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് വെറും 2.5 കിലോമീറ്ററും MC റോഡ് മറ്റൂരിലേക്ക് 2 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും അങ്കമാലി ടൗണിലേക്ക് 4 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. ഈ വീട്ടിൽ നിന്നും വളരെ അടുത്തായി തന്നെ മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.